ഇനി എന്നാ എനിക്ക് കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പറ്റുന്നേ? എനിക്ക് ചുറ്റും ഒരുപാട് ചെടികളും മരങ്ങളും ഉണ്ടല്ലോ. എന്നിട്ടും എനിക്ക് ശ്വസിക്കാൻ എന്താ പറ്റാത്തേ? പണ്ട് തൊട്ടേ നമ്മൾ പറയാറില്ലേ, പ്രകൃതിയും മനുഷ്യനും തമ്മിൽ അഗാധമായ ബന്ധമാണെന്ന്. മനുഷ്യഹൃദയങ്ങൾക്ക് കാവലായി പ്രകൃതിക്ക് ജീവൻ നൽകുന്ന ഒരു കൈകൾ തേടിയുള്ള യാത്രയാണ് തരിശു ഭൂമിയിൽ നിന്നും പൊന്നു വിളയിച്ച ഒരു കർഷകന്റെ കഥ. വളർന്നു വരുന്നേ ഉള്ളൂ. ഒരു ജാതിക്കാതിരുന്ന ഈ ഇതിന്റെ തൊണ്ട് ചിലർ പിക്കിളിടുന്നുണ്ട്. ഭയങ്കര ടെൻഷൻ നിറഞ്ഞ ജോലിയല്ലേ എപ്പോഴും ഡോക്ടർക്കുള്ള. ഒരാഴ്ചയിലെ 6 ദിവസവും ഇതായി പറയുന്ന പോലെ ആശുപത്രി ജീവിതവും, 7ാമത്തെ ദിവസം എന്താ പെട്ടെന്ന് ഇതുപോലെ ഈ പറയുന്ന പോലെ ഈ ഫാമിലേക്കൊക്കെ എങ്ങനെ ഒരു ട്രാൻസിഷൻ ഓക്കെ ആവുന്നേ? മനുഷ്യനും ചെടികളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷനാണ്. അവയ്ക്ക് വേണ്ടത് തന്നെയാണ് നമുക്ക് വേണ്ടത്. നമ്മൾക്ക് ഇത് കുറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലെയാണ്, നമ്മുടെ ഹൃദയതാളങ്ങൾ മാറുന്ന പോലെയാണ് ഇതിന്റെ കൈ ചുമക്കുന്നതും ഇല ചുമക്കുന്നതും കൊഴിഞ്ഞു വീഴുന്നതുമല്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു പാഷനേറ്റ് ആയിട്ട് ഒരു കൃഷിക്കാരനായിട്ട് തുടരുന്നു. ഇപ്പൊ ഡോക്ടറെ എന്ന് വിളിക്കുന്നോ അതൊരു കർഷകൻ എന്ന് വിളിക്കണോന്നായിരിക്കും ആളുകളുടെ തോന്നല്, അല്ല നീലേട്ടാ? അല്ല, ഒരിക്കൽ ഞങ്ങളൊരു കല്യാണത്തിന് പോയപ്പോഴത്തേക്കും ഞങ്ങളുടെ റിലേറ്റീവ് ഉണ്ട്, ഒത്തിരി തൊടുപുഴക്കാരാ, വലിയ കൃഷിക്കാരാ. ഞാനും പറഞ്ഞു എനിക്ക് കുറച്ച് കൃഷിയുണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഡോക്ടറുടെ പരിപാടി നോക്കിയാൽ പോരെ, കൃഷിയൊക്കെ ഞങ്ങൾ ചെയ്തോളാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ഇതുപോലെ PCR ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയായിരുന്നേ, ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇൻസ്പയർ ചെയ്യുന്ന മറ്റേ റൊമാൻറ്റിഫിക്കേഷൻ തരുന്ന ഒരു മൊമെന്റ്സ് ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ ശസ്ത്രക്രിയയുടെ ഒക്കെ മൊമെന്റ്സേ. അതെ, ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ. അപ്പൊ ഞങ്ങൾ പറയായിരുന്നു, ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ വരെ സ്വാധീനിക്കുക. ഈ ആളുകളുടെ ഇടയിൽ ഈ കാര്യം ഇങ്ങനെ നടന്ന ഒരു സർജറി വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഇപ്പൊ KNOS തന്നെ കേസ് ഓട്ടോയിൽ ചോദിച്ചു കഴിയുമ്പം അവർ പറയും ഏകദേശം 450ഓളം ഡോണർ കാർഡുകൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ, ഒരു 2 ആഴ്ചക്കുള്ളിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു ആക്ട് ആയിട്ട് മാറാതെ അത് പ്രാക്ടിക്കലായിട്ട് നമ്മൾക്ക് ആ സമൂഹത്തിലേക്ക് അവയവദാനത്തിൻ്റെ പ്രാധാന്യം എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കടമ കൂടെയാണ്. അപ്പോൾ ഈ ഡോക്ടർമാർ അവയവദാനത്തിന് വേണ്ടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴത്തേക്കും സാധാരണ സമൂഹത്തിന് സംശയം തോന്നുന്നു, ഈ ഡോക്ടർ ഈ ശസ്ത്രക്രിയയിലൂടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നതാണോ എന്നുള്ള സംശയം. അവയവം മാറ്റിവെക്കൽ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ്, ഡോക്ടർമാരുടെ ആവശ്യമല്ല. ഒരു സംഭവത്തെ ആധാരമാക്കിയോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പ്ലാന്റേഷനെ ആധാരമാക്കിയോ എന്നുള്ളൊരു ഉപരിയായിട്ട് നമ്മുടെ ഒരു കൾച്ചറായിട്ട്, നമ്മുടെ മനസ്സിലെ ഒരു സ്വഭാവമായിട്ട് അവയവദാനം മാറണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹവും പ്രാർത്ഥനയും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ശസ്ത്രക്രിയ കഴിഞ്ഞ് 2 ദിവസത്തിനപ്പുറത്ത് എന്തോന്ന് തോന്നുന്നു, ജയസൂര്യ ഒരു FBയിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളെല്ലാം അറിഞ്ഞത് ഡോക്ടർ മാത്രമല്ല വലിയൊരു കർഷകനാണെന്ന് തോന്നുന്നു. അതിനുശേഷം ജയസൂര്യനെ വല്ലതും കണ്ടിരുന്നോ? മിക്കവാറും ഞങ്ങൾ ഫ്ലാറ്റ് വരുമ്പോൾ ഇടയ്ക്ക് കാണാറുണ്ട്. ഇടയ്ക്ക് ഷൂട്ടിംഗ് ഉള്ള സമയങ്ങളിൽ ദൂരെയായിരിക്കും, ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ കാണാറുണ്ട്. രണ്ടുപേരും തിരക്കിലായതുകൊണ്ട് ഹലോ ഹൗ ആർ യു എന്ന് ചോദിച്ചുകൊണ്ട് മാറത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ പോയപ്പോഴാണ് എൻ്റെ കയ്യിൽ കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഭാര്യമാർ തമ്മിലാണുള്ള ഇതുപോലത്തെ ഉള്ള ഈ വെജിറ്റബിൾ പങ്കിടിയിലൊക്കെ നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, സരിത ജെയ്മിയെ കൊണ്ട്, ജെയ്മി ഈസ് മൈ വൈഫ്, സരിതയ്ക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൊടുത്തു വിടാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് പുള്ളി അത്. അപ്പോൾ ആക്ച്വലി ഞാനിപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഇപ്പോൾ ഇതൊക്കെ ആയിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിക്കുന്ന ഏതോ ഒരു കക്ഷി അതിലൂടെ നടക്കുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പം ഐ വുഡ് ലൈക്ക് ടു ബി എ സിമ്പിൾ മാൻ. ഒരേ സമയം ഈ ഹേർട്ടുമായിട്ട് വരുന്ന ഒരു ഡോണറിനെയും അത് റിസീവ് ചെയ്യാൻ വരുന്ന ആൾക്കാരെയൊക്കെ വൈകാരികമായൊക്കെ ഡോക്ടർ കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ജീവിതത്തിൽ ഒട്ടും മറക്കാൻ കഴിയാത്തൊരു നിമിഷം ഏതാണ്? ഏകദേശം ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹൃദയം ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് എറണാകുളത്തെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ എന്നോട് പറഞ്ഞു, ഡോക്ടർ, ഈ ദാതാവ്, അവന് 19 വയസ്സുള്ള ഒരു യുവാവാണ്, അവൻ്റെ അമ്മയ്ക്ക് ഡോക്ടറുമായിട്ടൊന്ന് സംസാരിക്കണം. അങ്ങനെ ഞാൻ അമ്മയെ കാണാൻ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ കലങ്ങിയ മുഖവുമായിട്ട് ഇരിക്കുന്ന ഒരു യുവതിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരത്തെ മുഖം ഉയർത്തി എൻ്റെ നേരെ നോക്കി
വീണ്ടും തല താഴ്ത്തി ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഡോക്ടർ എൻ്റെ മകൻ്റെ ഹൃദയം എടുക്കാൻ വന്നതാണല്ലേ എന്ന് ചോദിച്ചു. എങ്ങനെ അതിനൊരു മറുപടി കൊടുക്കണമെന്നറിയാതെ ഞാൻ വിഷമിച്ചു. ഞാൻ കുറച്ചു നേരം ചിന്തിച്ചതിന് ശേഷം അമ്മയോട് ഞാൻ പറഞ്ഞു, അങ്ങനെ ഹൃദയം എടുക്കാൻ വന്നതല്ല അമ്മ, മകൻ്റെ ജീവൻ വേറൊരു വ്യക്തിയിലൂടെ ആ ജീവൻ നിലനിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശമാണ്. അമ്മയുടെ മകൻ മരിച്ചിട്ടില്ല, ആ മകൻ്റെ ഹൃദയം വേറൊരാളുടെ ശരീരത്തിലൂടെ ജീവിക്കും. അതുകൊണ്ട് അമ്മയ്ക്ക് സന്തോഷമായിട്ട് അവയവം ദാനം ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു സാഹചര്യം. ഒത്തിരി വൈകാരികമായിട്ടുള്ള ഇതുപോലത്തെയുള്ള സംഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട ഡോക്ടർ അങ്കിൾ, ആദ്യം എനിക്ക് വല്ലാത്ത പേടിയായിരുന്നു. എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞില്ലേ അങ്കിൾ? എനിക്കിപ്പം നന്നായി ശ്വസിക്കാം. എല്ലാം ഓക്കെ ആയിട്ടോ? സ്നേഹത്തോടെ.